നമുക്കിടയിൽ സാധാരണയായി രണ്ടു തരം വ്യക്തികളെയാണ് കാണാറുള്ളത്. ഒന്ന്, വളരെയധികം വാചാലമായവരും. രണ്ട്, താരതമ്യേന മൗനം പാലിക്കുന്നവരും. ചില ഘട്ടങ്ങളിൽ മൗനം പാലിക്കുന്നവരെ സമൂഹം വിഡ്ഢികളെന്ന് വിളിക്കാറുണ്ട്. എന്നാൽ മൗനത്തിൻ്റെ അർത്ഥഗാംഭീര്യം മനസ്സിലാക്കിയവർ അത്തരം വിമർശനങ്ങളെ പോലും മൗനം കൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. ജീവിതത്തിൽ രണ്ട് ഘട്ടങ്ങളിൽ മൗനം മാത്രമാണ് ഉചിതമായ കാര്യം. ഏതാണ് ആ രണ്ട് ഘട്ടങ്ങൾ? നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തി എന്തു തന്നെ പറഞ്ഞാലും മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് അത് സ്വീകരിക്കുവാൻ തയ്യാറല്ലെങ്കിൽ, നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുവാനുള്ള ശേഷി മുന്നിലുള്ള വ്യക്തിക്ക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം നമ്മളെ അംഗീകരിക്കുവാൻ തയ്യാറല്ലെങ്കിൽ, ആ സമയത്ത് ശബ്ദങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മൗനം പാലിക്കുന്നതാണ് ബുദ്ധി. മറ്റൊരു ഘട്ടം എന്തെന്നാൽ, നാം ഒന്നും പറയാതെ തന്നെ നമ്മളെ മനസ്സിലാക്കുവാനുള്ള ശേഷിയുള്ളയാളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നതെങ്കിൽ, നമ്മൾ കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നും നൽകാതെ തന്നെ നമ്മളെ മനസ്സിലാക്കുവാൻ ആ മനസ്സിന് സാധിക്കുന്നുവെങ്കിൽ, അപ്പോഴും നമ്മുടെ വാക്കുകൾക്ക് പ്രസക്തിയൊന്നുമില്ല. കാരണം വാക്കുകൾക്കെല്ലാം പരിമിതിയുണ്ട്. എന്നാൽ മനസ്സുകൾ തമ്മിൽ ഇണങ്ങുകയും മനസ്സുകളെ മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, വാക്കുകൾ തുച്ഛമായ കാര്യമായി മാറുന്നു. അതിനാൽ ഇക്കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ. വ്യക്തികൾ മൗനം പാലിക്കുകയാണെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളുണ്ടാകും. ഒന്ന്, അവർക്ക് പറയുവാനുള്ളത് മുന്നിലുള്ളവർ മനസ്സിലാക്കുവാൻ ശേഷിയില്ലാതാവുമ്പോൾ. രണ്ട്, വാക്കുകൾക്ക് മുൻപ് തന്നെ മനസ്സുകളെ മനസ്സിലാക്കുവാൻ കഴിവുള്ളവർ മുന്നിലുള്ളപ്പോൾ. അതായത് യാതൊന്നും പറയാതെ തന്നെ നമ്മളെ മനസ്സിലാക്കുന്നവർ നമുക്കിടയിലുള്ളപ്പോൾ. ഈ രണ്ട് മാനസികാവസ്ഥകൾ തികച്ചും രണ്ട് എതിർ ധ്രുവങ്ങളാണെങ്കിലും, ഈ രണ്ട് ധ്രുവങ്ങളിലും ഏറ്റവും അധികാമ്യമായ രീതി മൗനം പാലിക്കുക എന്നത് മാത്രമാണ്. ശരിയല്ലേ? ആലോചിച്ചു നോക്കൂ.